ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹൈവേയിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു വഴിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു വഴിയാണ്. അത് ആദ്യം ഒരു എടായി ആയിരുന്നു. എടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊക്കെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കല്ലൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമായിരുന്നു. അത് പഞ്ചായത്ത് റോഡാക്കി മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നല്ലോണം വെറും മണ്ണും മാത്രമായിരുന്നു. പിന്നീട് അങ്ങനെ അങ്ങോട്ട് ഓരോരോ മെമ്പർമാരും ജയിക്കുമ്പോൾ അങ്ങനെ കോൺക്രീറ്റ് ആയിട്ടും ടാറ് വർക്ക് ചെയ്തിട്ടും ഒക്കെ ആയിട്ട് വൃത്തിയാക്കിയെടുത്ത്. ഇതൊരു എടായിയാണ് കേട്ടോ. ആ എടായി പോകുന്നത് പാടത്തേക്കാണ്. പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് ആ എടായി പോകുന്നത്. ഇപ്പോൾ കുറച്ച് വീതി കൂട്ടിയതാണ് ആ എടായിൽ. മുമ്പ് ചെറിയതായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പോകുന്നിടത്തുള്ള എത്ര എടായികൾ ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു ക്ലബ്ബുകാരുടെ ഇരിക്കുന്ന സ്ഥലമാണ്. അതിനു വേണ്ടിയിട്ട് അവരുണ്ടാക്കിയതാണ് അത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എടായി ഇതാ ഈ കാണുന്നതാണ് കേട്ടോ. ഈ ഇടയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, ശിവക്ഷേത്രം. അതിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നെൽകൃഷി ഉണ്ടാക്കുന്ന പാടത്തേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഈ റോഡ് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്താണ് ഈ റോഡ് വെട്ടി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതാ അടുത്തൊരു ഇടായിയാണിത്. ഈ ഇടായി കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് പറമ്പിലെത്തും. പിന്നെ ഇവിടെ 2 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ 2 വീട്ടുകാരുടെ പടി വരെ ഒരു ഓട്ടോയ്ക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ വീതി കൂട്ടി കൊടുത്തേക്കാണ്. അവിടുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് ഫുൾ ചെറിയ ഒരു ഇടായിയാണ് കേട്ടോ അപ്പോഴും. പിന്നെ നേരെ നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് ദിവസമായിപ്പോൾ ഈ ലോങ് വീഡിയോസുകളൊക്കെ ചെയ്തിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ലോങ് വീഡിയോസ് ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം മറ്റൊന്നല്ല, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പണിക്കാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളായതുകൊണ്ട് നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. ഷോർട്ട് ഞാൻ എന്നും കുക്കിംഗ് ചാനലായിട്ടാണ് ഷോർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഓരോ ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ, ഇതൊരു ഇടായി ആയിരുന്നു. ഇതിപ്പോൾ വെട്ടിപ്പൊളിച്ച് റോഡാക്കിയിട്ടുണ്ട്. പക്ഷെ വാഹനങ്ങളൊക്കെ പോകുന്നത് കുറവാണ്. അവിടെയുണ്ട് ഇതുപോലെ ഇരിക്കുന്ന ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ക്ലബ്ബുകാർ ഉണ്ടാക്കി വെച്ചത് തന്നെയാണ് കേട്ടോ അതും. പിന്നെ ഓരോ വർഷവും 5 വർഷം കൂടുമ്പോൾ ഓരോ മെമ്പർമാർ ജയിക്കും. അപ്പോൾ ഒന്ന് റോഡൊക്കെ ഒന്ന് ടാർ വർക്ക് ചെയ്യും. അത് പിറ്റത്തെ മഴ പെയ്യുമ്പോൾ അത് മൊത്തം ഒലിച്ച് കടന്നു പോവും. ഇതാണ് ഞങ്ങളെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതാണ് മറ്റൊരു ഇടായി. ഇനി ഇതിലൂടെയൊക്കെ ഞാൻ പോയിട്ട് വീഡിയോസുകൾ എടുത്തിട്ട് അടുത്ത പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്നുള്ളത്. നമ്മുടെ പഞ്ചായത്തിൽ വെച്ചിട്ട് ഏറ്റവും പുരോഗമനം കുറഞ്ഞ നാടാണ് ഞങ്ങളെ നാട്. അപ്പോൾ ഇതാണ് മറ്റൊരു ഇടായി. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കട്ട പതിച്ചിട്ടുള്ള റോഡാണ് കേട്ടോ. പിന്നെ ഞാൻ രാത്രിയിൽ ഒരു 8:30-ക്കൊക്കെ ലൈവ് വരാറുണ്ട്. അധികം ആൾക്കാരൊന്നും ലൈവിലുണ്ടാവാറില്ല. ചിലവരൊക്കെ വന്നിട്ട് നോക്കിയിട്ട് പോകും, ചാറ്റിംഗ് ഒന്നും നടത്താറില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈവിൽ എല്ലാവരും വരിക. അപ്പോൾ ഇതാണ് മറ്റൊരു ഇടായി. ഈ ഇടായിലൂടെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ നെൽകൃഷി ഉണ്ടാക്കുന്ന പാടത്തെത്തും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന റോഡാണ് ഹൈവേ റോഡ്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഹൈവേയിലെത്തും.
അപ്പോൾ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.